ഹലോ ഗൈസ്, ബാഹുബലി ക്രോൺ ഓഫ് ബ്ലഡ് SS രാജമൗലിയുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ആനിമേഷൻ രൂപത്തിലുള്ള അല്ലെങ്കിൽ ആനിമേഷൻ സീരീസ് നമ്മളെ ഹോട്ട്സ്റ്റാറിൽ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അതിൻ്റെ ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽസ് ആയിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് ദിവസത്തിനൊക്കെ മുമ്പ് ഇതിൻ്റെ ഹിന്ദി ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിലത്തെ ട്രെയിലർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാമറ കറക്റ്റ് അല്ല? ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏറെ വൈബി അത് റിയാക്ഷനിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മലയാളം ആ സമയത്ത് തന്നെ ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. മലയാളം ഉണ്ടാവില്ല എന്നൊക്കെ സെറ്റാക്കട്ടെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓക്കെ ഓക്കെ സെറ്റ് ശബ്ദമൊക്കെ കറക്റ്റ്. ചരിത്രത്തിന്റെ താളുകളിൽ ഒതുക്കപ്പെട്ട വീരശൂര പരാക്രമികളുടെ നാടാണ് മഹിഷ്മതി. മഹിഷ്മതിയുടെ ശത്രുക്കളെ അമരേന്ദ്ര ബാഹുബലി നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ ബല്ലാൽ ദേവൻ ബാഹുബലിയെ ചതിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ അതിനു മുൻപ് മറ്റൊരു കഥ കൂടിയുണ്ട്. ബാഹുബലിയുടെ ജീവിതത്തിലെയും മഹിഷ്മതിയുടെ ഇതിഹാസത്തിലെയും ഒരു മഹാഗാഥ. അതിൽ ബാഹുബലിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നേരിടേണ്ടി. ഇദ്ദേഹത്തിന്റെ പേര് രക്തദേവൻ, പക്ഷെ പ്രവൃത്തികൾ കാലതൂരം. അദ്ദേഹത്തിന്റെ ഒരു നോട്ടം പോലും പല സിംഹാസനങ്ങളുടെയും അടിവേരടക്കിയത്. ഈ മഹിഷ്മതിയിലെ സൈനികരെ മുഴുവൻ അഗ്നിയിൽ ദഹിപ്പിക്കൂ. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ലെജൻഡ് ഓഫ് ഹനുമാനാണ്. അപ്പോൾ ലെജൻഡ് ഓഫ് ഹനുമാൻ സീരിയൽ അല്ലെങ്കിൽ ആ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ ആനിമേഷൻ സീരീസ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അത് വളരെയധികം അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഡബ്ബും അങ്ങനെ പലതരം കാര്യങ്ങളും സ്റ്റോറിയൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യപുരുഷൻ്റെ ടീമൊക്കെ അത് കണ്ട് പഠിക്കണം. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഗംഭീരമായിട്ടാണ് സ്റ്റോറി ഉണ്ടാകുന്നതാണ് തോന്നുന്നത്. അടക്കി വാഴാനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ചരിത്രത്തിൽ നിന്ന് തന്നെ ഈ പേര് വേരോടെ പിഴുതെറിയുവാനാണ്. അവർക്ക് കാണിച്ചു കൊടുക്കണം യഥാർത്ഥ ശക്തി എവിടെയാണെന്നുള്ള കാര്യം. മുന്നിൽ ആരായിരുന്നു? കാലദൂത സൈന്യത്തിന്റെ പുതിയ സൈന്യാധിപനായിരുന്നു കട്ടപ്പ. സൈന്യം സ്വന്തം ഗുരുവിനെ എതിർത്ത് ജയിക്കുന്നത് എങ്ങനെ? യൂണിറ്റി ഓഫ് കട്ടപ്പയാണ് അതിൽ വില്ലനായിട്ട് വരുന്ന, അറിയില്ല കേട്ടോ. നമുക്ക് കണ്ടുനോക്കാം. യുദ്ധഭൂമിയിലേക്ക് ഞാൻ തനിച്ചു ഇത് നിനക്കെന്നല്ല എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാനാവില്ലെന്ന്, പക്ഷെ ഒരുമിച്ച് നിന്നാൽ സാധ്യമായി. വിജയ് ഭവ. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഹുബലിയുടെ ഡബ് ഇതിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ബാഹുബലിക്ക് ശരിക്കും ഡബ് ചെയ്ത ആളില്ലേ, അതായത് അരുൺ, അതിൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റ്, ബാഹുബലി പ്രഭാസിൻ്റെ ഡബ് ചെയ്യുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ്, ആ ഒരു ചേട്ടനെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത്. ചിലപ്പോൾ അവർ ആനിമേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഡബ് ചെയ്യിപ്പിച്ചതായിരിക്കാം. പക്ഷെ അത് ഡബ് ചെയ്തെങ്കിൽ നമുക്ക് സിനിമയായിട്ട് കുറച്ചുകൂടി ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാണാം. ബാഹുബലി ക്രോൺ ഓഫ് ബ്ലഡ് മെയ് 17-ാം തീയതിയാണ് ഉണ്ടോ? അപ്പോൾ ഈ ഒരു ട്രെയിലറിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ട്രെയിലറാണ്. മാത്രമല്ല മലയാളത്തിൽ വരുമ്പോൾ ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ട്. ഡബ്ബിങ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാഹുബലിയുടെ ഡബ്ബിങ് ആ ഒരു ശരിക്കുള്ള ബാഹുബലിനെ ചെയ്ത ആളെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സിനിമയായിട്ട് കുറച്ചുകൂടി ഒന്ന് റിലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ തെലുങ്ക് ട്രെയിലർ പ്രഭാസിനെയാണ് ഡബ് ചെയ്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വേറെ വല്ലവരായിരിക്കും ഡബ് ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ ആനിമേഷൻ രൂപത്തിലല്ല. അപ്പോൾ നമ്മുടെ മാർവലിൻ്റെ ഇതുപോലെ ഇപ്പോൾ ആനിമേഷൻ രൂപത്തിലുള്ള പരമ്പരകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതായത് വാട്ട് ഇഫ്, അതുപോലെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏകദേശം നല്ല രീതിയിൽ തന്നെ ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ SS രാജമൗലിയാണ് അദ്ദേഹം തന്നെയാണ് തോന്നുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എനിക്ക് ഈ ട്രെയിലർ വളരെയധികം ഇഷ്ടപ്പെട്ടു.
ഡബിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ആനിമേഷൻ ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ഇന്ത്യയിൽ ആനിമേഷൻ മൂവീസ് കുറവാണ്. അപ്പോൾ അതിനെ വെച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലത്തെ ആനിമേഷൻ ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ലെജൻഡ് ഓഫ് ഹനുമാൻ സിനിമയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യയിലെ ആനിമേഷൻ മൂവീസ് കാണാൻ, അല്ലെങ്കിൽ വിദേശത്തുള്ള ആനിമേഷൻ മൂവീസ് പോലെ തന്നെ ഇന്ത്യയിലുള്ള ആനിമേഷൻ ക്വാളിറ്റിയുള്ള മൂവീസ് കാണാൻ കുറേ പേർക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ വർക്കുകളും. ലെജൻഡ് ഓഫ് ഹനുമാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഹോട്ട്സ്റ്റാറിൽ തന്നെയുണ്ട്. ഇപ്പോൾ അടിപൊളി സീരീസാണ്. അതിൻ്റെ മേക്കേഴ്സാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീരീസിനായിട്ട് ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നിരിക്കും. ബൈ ബൈ.